So next നമുക്കിനി Fourier cosine transform എന്താണെന്ന് പഠിക്കാം. Fourier cosine transform എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് തരുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ Fourier transformന്റെ ഇക്വേഷൻ നോക്കിക്കേ. Fourier transformന്റെ ഇക്വേഷൻ ഇതായിരുന്നു, 1/√2π minus infinity to plus infinity f of x into e raised to I omega x dx അല്ലേ. ഈ e raised to I omega x എന്ന് പറഞ്ഞാൽ cos omega x plus I sin omega x ആണ്. അപ്പോൾ ഇതേ നേരത്തെ ഞാൻ ചെയ്ത പോലെ ഈ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രൽ ഓഡ് ഫംഗ്ഷനായിട്ട് വരും, ഒരു ഇൻ്റഗ്രൽ ഈവൻ ഫംഗ്ഷനായിട്ട് വരും. ഓഡ് ഫംഗ്ഷനെ നമ്മൾ -∞ ടു +∞ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. സോ അതിൽ കോസ് ഒമേഗ എക്സിൻ്റെ ടേം മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ഇതിൽ ആക്ച്വലി കോസും ഉണ്ട് സൈനും ഉണ്ട്. ജനറൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ കോസും സൈനും ഒന്നിച്ച് വരും. പക്ഷേ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ കോസ് ഒമേഗ എക്സിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫോർമുല ചേഞ്ച് ആയിട്ട് പുതിയൊരു ഫോർമുല വരും, ദാറ്റ് ഈസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. കാരണം എന്താ വെച്ചാൽ അതിൽ കൊസൈൻ്റെ ടേം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. സോ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് FC ഓഫ് ഒമേഗ എന്നായിരുന്നു. ഈ FC ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √2π ഇൻ്റഗ്രൽ 0 to ∞ f of x into cos omega x dx ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ആ ഒറിജിനൽ ഫംഗ്ഷൻ f of x കണ്ടുപിടിക്കണമെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷനെ നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് f of x is equal to, ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇൻവേഴ്സ് കാണാം. എങ്ങനെ? f of x എന്ന് കണ്ടുപിടിക്കാൻ √2π ഇൻ്റഗ്രൽ 0 to ∞ FC ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് dx. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, f of x ഈവൻ ആണെങ്കിൽ ജനറൽ ഫോറിയർ ട്രാൻസ്ഫോം അത് കൊസൈൻ ട്രാൻസ്ഫോം ആയിട്ട് മാറും. സോ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മിക്കവാറും പ്രോബ്ലം ചോദിക്കുക, ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ നമ്മൾ ഈ ഫോർമുല എഴുതി ഡയറക്റ്റ് അങ്ങനെ കൊടുത്താൽ മതി. അത് എങ്ങനെ വന്നെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ജനറൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ കോസിൻ്റെ ടേം മാത്രമേ എക്സിസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് അതിനെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. FC ഓഫ് ഒമേഗ എന്നതിനെ ഡിനോട്ട് ചെയ്യും. ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. സോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഇതേപോലെ ഇക്വേഷൻ വരും. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൽ നമുക്ക് സൈൻ ഒമേഗയുടെ ടേം മാത്രമേ ഉള്ളൂ. അത് എപ്പോഴാണ് വരുന്നത് അറിയോ? f of x ഓടാവുമ്പോൾ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓടാണെങ്കിൽ ജനറൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ സൈനിൻ്റെ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിനെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്നത് FS ഓഫ് ഒമേഗ എന്നാണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് √2π ഇൻ്റഗ്രൽ 0 to ∞ f of x into sin omega x dx. ഇനി അതേപോലെ ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. തിരിച്ച് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. f of x is equal to √2π ഇൻ്റഗ്രൽ 0 to ∞ FS ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി ഇതിലെ പ്രോബ്ലത്തിൽ മിക്കവാറും നമ്മൾ ഈ ഇൻവേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹെൻസ് പാർട്ട് ഉണ്ടാക്കി, അതായത് ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രൽ തരും യൂഷ്വലി. ഏതെങ്കിലും ഒരു ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ്. സോ അതിൻ്റെ ആ സെക്കൻഡ് പാർട്ട് ചെയ്യാനാണ് നമ്മൾ മിക്കവാറും ഈ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to -x, x greater than 0. Hence find integral 0 to ∞ x into sin mx divided by 1 plus x square dx. അല്ലേ? അപ്പോൾ ആദ്യം ഫോറിയർ ഇവിടെ സ്പെസിഫൈഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to x. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x ഈസ് എന്താ നമ്മുടെ ഇക്വേഷൻ? FS ഓഫ് ഒമേഗ. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണെന്ന് പറയുന്നത് FS ഓഫ് ഒമേഗ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു √2π ഇൻ്റഗ്രൽ 0 to ∞ f of x into sin omega x dx. അല്ലേ? ഇനി ഇവിടുത്തെ f of x എന്താണ്? e raised to -x ആണ്. ഫോർ ഓൾ x greater than or equal to 0. അപ്പോൾ ഈ 0 to ∞ എന്ന് പറയുമ്പോൾ എല്ലാം ഇടും അതിൽ. സോ √2π
integral 0 to infinity e raised to minus x into sin omega x dx. ഇനി ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യുക? ഇത് രണ്ടും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇൻ്റഗ്രേഷൻ ചെയ്യുക, ഡിഫറൻസിയേഷൻ ചെയ്യുക. സോ പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ പറ്റില്ല. സോ അതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇതേപോലെ ഇപ്പോൾ ഇവിടെ കോസ് ആണെങ്കിൽ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് എന്ന്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഇത് രണ്ടും നിങ്ങൾ എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ഇപ്പോൾ കൊസൈൻ ട്രാൻസ്ഫോം ആണ് കാണണമെങ്കിൽ നമ്മളിവിടെ കോസ് ഒമേഗ എക്സ് കൊടുക്കും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? അതിന് നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യണം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്. കോസ് ആണെങ്കിൽ കോസ് ആദ്യം എഴുതണം, പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇതെങ്ങനെ ചെയ്യാം? ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. ഇ റേസ് ടു എ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ പ്ലേസിൽ എന്താ വരുന്നത്? -1 എന്ന് കിട്ടും. ഇനി സൈൻ ബി എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ ഒമേഗ എക്സ് എന്നാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഒമേഗ. ഇനി നമ്മൾ ഈ റിസൾട്ടിൽ എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ മതി. ദെർഫോർ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എ എക്സ്, സോറി എന്തായിരുന്നു ഇവിടെ? മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു, നമ്മുടെ റിസൾട്ടിൽ ജസ്റ്റ് കൊടുക്കുക. ഇ റേസ് ടു എയുടെ സ്ഥാനത്ത് -1 ആണ്, അത് അങ്ങനെ കൊടുത്തു. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ 1 എന്ന് വരും, പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് ഒമേഗയാണ്, അപ്പോൾ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ്. എ എന്താ? -1 ഇൻറ്റു സൈൻ ബി എക്സ്, സൈൻ ഒമേഗ എക്സ് മൈനസ് ബി എന്താ? ഒമേഗ കോസ് ഒമേഗ എക്സ് എന്ന് വരും. ഇനി ലിമിറ്റ് കൊടുക്കുക. അതെന്തായിരുന്നു ലിമിറ്റ്? 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കണം. സോ 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതോട് ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് നമ്മൾ എക്സിന് ആദ്യം ഏതാ കൊടുക്കേണ്ടത്? എക്സിന് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ് അല്ലേ? അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 വരുന്നത് കാരണം കൊണ്ട് 0 ഇൻറ്റു ദിസ് ടേം വരും. 0 ഇൻറ്റു 0 എന്ന കംപ്ലീറ്റ് 0 വരും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് ഏതാ കൊടുക്കേണ്ട ലോവർ ലിമിറ്റ്? 0 അല്ലേ? അപ്പോൾ ഇ റേസ് ടു 0 വരും. ഇ റേസ് ടു 0 എന്താ? ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ ഇവിടെ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ 0 കൊടുക്കുക. എന്ത് വരും? സൈൻ 0 മൈനസ് സൈൻ 0 മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 എന്ന് വരും. സൈൻ 0 ആണ്, അപ്പോൾ ആ ടേം പോവും. ബാക്കി ഒമേഗ കോസ് 0 എന്താണ്? 1 ആണ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഈ ടേം പോയി ഇത് 0 ആയി. ഇവിടെ മൈനസ് ഒമേഗ വരും, മൈനസ് ഒമേഗ ഇൻറ്റു മൈനസ് വരും. സോ ഇതിൻ്റെ ആൻസർ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. അതായത് എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഒമേഗ ബൈ √2/π ഉണ്ട് കേട്ടോ, അത് എഴുതാൻ മറക്കണ്ട. √2/π ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ. നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. √2/π ഇൻറ്റു ഈ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ചെയ്യണം. അതിന് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തത്. സോ നമുക്ക് ആൻസർ എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു √2/π ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്കൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. എന്താണ് സെക്കൻഡ് പാർട്ട്? ഹെൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. നമുക്ക് ചെയ്യേണ്ടത് 0 to ഇൻഫിനിറ്റി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഈ ഹെൻസ് ഇവാലുവേറ്റ് എന്ന് വരുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിച്ചത്. സോ ഇൻവേഴ്സ് ബൈ യൂസിങ് ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം we get f of x is equal to, in the equation, √2/π integral 0 to infinity fs of omega into e sin, ഇവിടെ സൈൻ അല്ലേ യൂസ് ചെയ്തത്, സോ സൈൻ ഒമേഗ എക്സ്
എഫ് എസ് ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഓഫ് ഒമേഗ. ഇൻവേഴ്സ് കാണാൻ നമ്മളിവിടെ ഇത് എഫ് എസ് ഓഫ് ഒമേഗ പറയുമ്പോൾ ഒമേഗയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ അകത്ത് രണ്ടും ഒമേഗയാണ്, അതുകൊണ്ട് നമ്മൾ ഡി ഓഫ് ഒമേഗ എന്നാണ് എഴുതേണ്ടത്. അത് മറക്കരുത്, തെറ്റിക്കരുത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എഫ് എസ് ഓഫ് ഒമേഗ അതിൽ കൊടുക്കുക. 0 to infinity റൂട്ട് ഓഫ് 2/π ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. സോ അത് കൊടുക്കുക. ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഓഫ് ഒമേഗ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ദാറ്റ് ഈസ് റൂട്ട് 2/π 2 തവണ വരുന്നുണ്ട്. അപ്പോൾ 2/π ഇൻറ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഓഫ് ഒമേഗ. Therefore, ഇനി ഞാൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കണ്ടോ, എക്സ് സൈൻ എം എക്സ് ഡി എക്സ്. ഈ ഒമേഗ ഉള്ളത് റീപ്ലേസ് ചെയ്ത് എക്സ് ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് മാത്രം, ഈ ഇൻ്റഗ്രൽ മാത്രം ഇവിടെ നിർത്തുക ഇതിൽ. Therefore, ഇൻ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഓഫ് ഒമേഗ എന്താ വരിക? ഈ 2/π നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ π/2 എന്നാവും. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇവിടെ നമുക്ക് എക്സിന് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് തന്നിരിക്കുന്ന നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന്, അതായത് ഒമേഗയ്ക്ക് പകരം എക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ എം ആണ് കണ്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എക്സിൻ്റെ പ്ലേസിൽ എം കൊടുക്കുക. അപ്പോൾ ഇവിടെ റീപ്ലേസ് എക്സ് ബൈ എം ആൻഡ് ഒമേഗ ബൈ എക്സ്. നമ്മൾ എന്താ ചെയ്തത്? ഒമേഗ ഉള്ളിടത്ത് എക്സ് എന്ന് കൊടുക്കുക, എക്സ് ഉള്ളിടത്ത് എം എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കിക്ക് എന്താ വരുന്നത്? 0 to infinity ഒമേഗ ഉള്ളിടത്ത് നമ്മൾ എക്സ് കൊടുക്കുക, എക്സ് സൈൻ ഒമേഗയ്ക്ക് എക്സ് കൊടുത്തു, എക്സിന് എമ്മും കൊടുക്കുക. അപ്പോൾ എന്താ വരിക? സൈൻ എം എക്സ് എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഒമേഗയ്ക്ക് എക്സ് അല്ലേ കൊടുക്കേണ്ടത്? ഡി എക്സ് ഈക്വൽ ടു π/2 ഇൻറ്റു എക്സിന് എന്താ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എം എന്ന് വരും. ക്ലിയർ? അപ്പോൾ നോക്കുക, ഇനി എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എം. സോ ദാറ്റ് ഈസ് നമുക്ക് കിട്ടും π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം. സോ വാല്യൂ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഹെൻസ് ഇവാലുവേറ്റ് പറഞ്ഞ് ചെയ്യുമ്പോൾ മിക്കവാറും ഇങ്ങനെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടതായിരിക്കും. അപ്പോൾ എന്താണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഇൻറ്റഗ്രൽ വരെ എത്തിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്.